So, we power system stability part 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റിയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് എന്ന് നമ്മൾ പഠിച്ചു. എന്തായിരിക്കും സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാക്സിമം പവർ ട്രാൻസ്ഫർഡ് ബൈ ദ സിസ്റ്റം അല്ലെ വിതൗട്ട് ലോസിംഗ് ദ സിങ്ക്രണൈസം വെൻ ഇറ്റ് ഈസ് സബ്ജക്ട് ടു സ്മോൾ ഡിസ്റ്റർബൻസസ് അല്ലെ, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്തായിരിക്കും? പി മാക്സ് ഈസ് ഈക്വൽ ടു പിന്നെ എന്താണ് പി മാക്സ് ഈസ് ഈക്വൽ ടു വി എസ് വി ആർ ബൈ എക്സ്. ആ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ മൂന്നാല് പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. പിന്നെ പവർ ആംഗിൾ നോക്കിയിട്ടുണ്ട് അല്ലെ, പി ഡെൽറ്റ കർവ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് എന്തായിരിക്കും വരും? നമുക്ക് കൺക്ലൂഷൻ എന്തായിരിക്കും? ഡി പി ബൈ ഡി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ എന്തായിരിക്കും? സ്റ്റേബിൾ റീജിയൻ. ഡി ടി പി ബൈ ഡി ഡെൽറ്റ ലെസ് ദാൻ സീറോ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അൺസ്റ്റേബിൾ റീജിയൻ. ഇസ് ഈക്വൽ ടു സീറോ ആകുമ്പോഴത്തേക്കും ക്രിട്ടിക്കലി സ്റ്റേബിൾ റീജിയൻ. അപ്പൊ അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലാസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി, അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്തായിരിക്കും? ഡി പി ബൈ ഡി ഡെൽറ്റ ഇസ് കാൾഡ് എന്തായിരിക്കും? സ്റ്റിഫ്നെസ് കോൺസ്റ്റന്റ് ഓർ എന്തായിരിക്കും? ഓർ സിങ്ക്രണൈസിംഗ് പവർ കോഎഫിഷ്യന്റ് നമ്മൾ പഠിച്ചു. പിന്നെ എന്തായിരിക്കും? പി മാക്സ് ഇസ് ഈക്വൽ ടു ഇ ജി വി ടി ബൈ എക്സ് ടി എന്നുള്ള രീതി വെച്ച് നമ്മൾ പഠിച്ചു. എന്തായിരിക്കും? ട്രാൻസ്ഫർ റിയാക്ടൻസ് എങ്ങനെ കണ്ടുപിടിക്കുക നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സെയിം തന്നെ അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സെയിം കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. The internal voltage of a generator is 1.2 per unit and motor is 1.0 per unit. The steady state stability limit of the power system with shunt capacitor. ഈ ക്വസ്റ്റ്യന്റെ ഫിഗർ ഇതാണ്. ഇതിന്റെ ഫിഗർ വെച്ചോളൂ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഒരു ജനറേറ്റർ തന്നിട്ടുണ്ട്. ജനറേറ്റർ കഴിഞ്ഞിട്ട് ഒരു ട്രാൻസ്ഫോമർ തന്നിട്ടുണ്ട്. പിന്നെ നേരെ വന്നിട്ട് മോട്ടറിലേക്ക് പോകണം. മോട്ടർ ഇവിടെ ഒരു കപ്പാസിറ്റർ കാണിച്ചിട്ടുണ്ട്. ഒരു ഷണ്ട് കപ്പാസിറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഷണ്ട് കപ്പാസിറ്റർ. അപ്പം ജനറേറ്ററിന്റെ എക്സ് ഡി ഇസ് ഈക്വൽ ടു ജനറേറ്ററിന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. എക്സ് ഡി ഇസ് ഈക്വൽ ടു ജെ 1.0 പെർ യൂണിറ്റ്. ട്രാൻസ്ഫോമറിന്റെ തന്നിരിക്കുന്നത് ജെ 0.5. ഇത് ട്രാൻസ്മിഷൻ ലൈനിന്റെ എത്ര 1 പെർ യൂണിറ്റ് വന്നിട്ടുണ്ട്. പിന്നെന്തായിരിക്കും? മോട്ടറിന്റെ എക്സ് ടി ഡബിൾ ഡാഷ്, മോട്ടറിന്റെ റിയാക്ടൻസ് എക്സ് ടി ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു ജെ 1.0. പിന്നെന്തായിരിക്കും? എക്സ് സി, ഈ ഷണ്ട് കപ്പാസിറ്റൻസിന്റെ വാല്യൂ എക്സ് സി ഇസ് ഈക്വൽ ടു മൈനസ് ജെ 1.0 തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ഇത് ഇന്റർണൽ ജനറേറ്ററിന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ടല്ലേ, ഇ ജി തന്നിട്ടുണ്ട് എത്ര 1.2 വോൾട്ടും. മോട്ടറിന്റെ എന്തായിരിക്കും 1 പെർ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട്. 1.2 പെർ യൂണിറ്റ് 1 പെർ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാം? ഇപ്പൊ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? സൊല്യൂഷൻ നോക്കാം നമുക്ക്. സൊല്യൂഷൻ നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ ഇലക്ട്രിക്കൽ ഇക്വലന്റ് നമ്മൾ വരയ്ക്കാൻ പോകും അല്ലെ. ഇലക്ട്രിക്കൽ ഇക്വലന്റ് എങ്ങനെയായിരിക്കും നമുക്ക് വരയ്ക്കാൻ പറ്റുക? ഫസ്റ്റ് ജനറേറ്ററിന് ഞാൻ എന്താ ഇ ജി എന്ന് വരച്ചു കാണിച്ചു അല്ലെ. ജനറേറ്ററിന് എന്താ ഇ ജി. പിന്നെ എന്തായിരിക്കും? ജനറേറ്ററിന്റെ റിയാക്ടൻസ് അല്ലെ, അത്ര വന്നിരിക്കുന്നത് ജെ 1.0. ഇ ജി എത്ര വന്നിട്ടുണ്ട്? ഇ ജി ഇസ് ഈക്വൽ ടു 1.2 പെർ യൂണിറ്റ് അല്ലെ. ഇ ജി 1.2 പെർ യൂണിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമ്മുടെ. എന്താ ട്രാൻസ്മിഷൻ ലൈനിന്റെ ട്രാൻസ്ഫോമറിന്റെ എത്ര ജെ 0.5. അതിന്റെ റിയാക്ടൻസ് ഞങ്ങൾ വരച്ച് കാണിച്ചു. പിന്നെ എന്തായിരിക്കും? നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ അല്ലെ ടുവേർഡ്സ് ട്രാൻസ്ഫോമർ ടു ദ മോട്ടർ അല്ലെ, അതിൽ എത്ര വന്നിട്ടുണ്ട്? അത് നമുക്ക് ജെ 1.0 പെർ യൂണിറ്റ് അല്ലെ. പിന്നെ തന്നിരിക്കുന്നത് പിന്നെ നമുക്ക് മോട്ടർ തന്നിട്ടുണ്ട് അല്ലെ. മോട്ടർ തന്നിട്ടുണ്ട് ജെ 1.0. പിന്നെ എന്തായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക? പിന്നെ നമുക്ക് കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്റർ എങ്ങനെ ഇതല്ലേ കപ്പാസിറ്റർ പറയുന്നത്? ഇതായിരിക്കും മൈനസ് ജെ 1 അല്ലെ. അപ്പൊ ഇതാണ് നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ഇലക്ട്രിക്കൽ ഇക്വലന്റ് നമ്മൾ ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മൂന്നും കൂടെ ചേർത്ത് എന്തായിരിക്കും? ഈ 1ഉം
0.5 J1 കൂടെ ചെയ്യുമ്പോഴേ ഇത് 3 സീരീസ് അല്ലേ എടുത്തേക്കുന്നത്. therefore നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ എഫക്റ്റീവ് എത്ര ആയിരിക്കും വരിക? 2.5 എന്ന് പറഞ്ഞു വരും അല്ലേ? J2.5 കാര്യം എന്തായിരിക്കും? 1 പ്ലസ് J0.5 പ്ലസ് J11 വരും അല്ലേ? ഇപ്പൊ 1.5 പ്ലസ് 1 2.5 വരും. therefore നമുക്ക് ഇത് എങ്ങനെ വരയ്ക്കാൻ പറ്റും? നമുക്ക് ഈ സെയിം ഫിഗർ തന്നെ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാം. എങ്ങനെ ആയിരിക്കും? therefore this is EG അല്ലേ? EG കഴിഞ്ഞിട്ട് എന്തായിരിക്കും അതിനകത്ത് ഈ മൂന്ന് റിയാക്ടൻസും കൂടെ കമ്പൈൻ ആയിട്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? J2.5 അല്ലേ? കാര്യം 3 സീരീസ് ആണ്. J2.5 പിന്നെ എന്തായിരിക്കും വരിക? പിന്നെ നമ്മുടെ കപ്പാസിറ്റർ -J1.0 പിന്നെ എന്തായിരിക്കും വരിക? നമ്മളുടെ മോട്ടർ അതാണ് വന്നിരിക്കുന്നത് J1.0. ഇത്രയായി. ഇനി നോക്കി ഇനി ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയില്ല. കാര്യം എന്താ സംഭവിച്ചത്? ഇവിടെ ഈ കപ്പാസിറ്റർ എക്രോസ് ആയിട്ട് വന്നുകൊണ്ട് നമുക്ക് റിയാക്ടൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ ഒരു കേസിൽ നമ്മൾ ഇതിന്റെ ഇക്വലന്റ് ഇത് സ്റ്റാർ കണക്ഷൻ അല്ലേ? ഇത് സ്റ്റാർ J2.5 മൈനസ് J1.0 J1.0 എന്തായിരിക്കും? സ്റ്റാർ കണക്ഷൻ ആയിരിക്കും. ഇതിന്റെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ ഇക്വലന്റ് ഡെൽറ്റ കണക്ഷൻ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇപ്പൊ ഇക്വലന്റ് ഡെൽറ്റ എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും വരിക? സോ ഇതിന്റെ ഇക്വലന്റ് ഡെൽറ്റ ഇത് സ്റ്റാറിന്റെ ഇക്വലന്റ് ഡെൽറ്റ ആയിട്ട് വരും അല്ലേ? ഡെൽറ്റ സോ ഇപ്പൊ നമുക്ക് എന്തായിരിക്കും? നമ്മളുടെ ഇത് നോക്കി ഞാൻ പറയാണ് x1 is equal to suppose x1 is equal to J2.5 x2 is equal to J1 അല്ലെ? and x3 is equal to minus J1.0. അങ്ങനെ ആവുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇതെന്തായിരിക്കും? ഇത് 1 ന് 2 അല്ലേ? ഇതെന്തായിരിക്കും? x12 ഇത് x12 എന്തായിരിക്കും? ഇത് x13 എന്തായിരിക്കും? ഇത് x23. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എന്തായിരിക്കും? നമ്മുടെ ട്രാൻസ്ഫർ റിയാക്ഷൻസ് ഏതായിരിക്കും? x12 ആയിരിക്കും നമ്മുടെ ട്രാൻസ്ഫർ റിയാക്ഷൻസ് അല്ലേ? therefore നമുക്ക് പിന്നെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? therefore we have to calculate x12 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? therefore x12 is equal to എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? x12 സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ അല്ലേ? x12 is equal to നമ്മൾ പഠിച്ചിട്ടുണ്ട് നെറ്റ്വർക്കിൽ. എങ്ങനെയാണ്? x1 plus x2 അല്ലേ? plus x1 x2 by x3 that is equal to എത്ര വരും? x1 എത്ര തന്നിരിക്കുന്നത്? J2.5 അല്ലേ? that is equal to J2.5 plus x2 എത്ര തന്നിരിക്കുന്നത്? J1 അല്ലേ? J1.0 plus എന്തായിരിക്കും? x1 x2 J2.5 into J1.0 divided by എന്തായിരിക്കും വരിക? minus J1.0. ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇത് ക്യാൻസൽ ചെയ്ത് പോകും. എന്തായിരിക്കും? മൈനസ് J സ്ക്വയർ -1 അത് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമുക്ക് വരിക? therefore that is equal to കിട്ടും. that is equal to 1 എന്ന് കിട്ടും. x12 is equal to 1. x12 ആയിരിക്കും നമ്മളുടെ ട്രാൻസ്ഫർ റിയാക്ടൻസ് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും? നമുക്ക് എന്താ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി കണ്ടുപിടിച്ചൂടെ? എങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുക? therefore steady state stability is equal to എങ്ങനെയായിരിക്കും? EG EM by x അല്ലെ? EG എത്ര തന്നിട്ടുണ്ട്? EG is equal to 1.2 തന്നിട്ടുണ്ട്. EM എത്ര? 1 തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. x എത്ര വന്നിരിക്കുന്നത്? ഇപ്പൊ 1 വന്നു അല്ലേ? therefore that is equal to എത്ര വരും? EG EM by x that is equal to 1.2 per unit. 1.2 per unit കിട്ടും. അപ്പോ നമ്മൾ ഇതിനകത്ത് കൺക്ലൂഷൻ നോക്കിയേ. സി ഈ ജനറേറ്റർ മുതൽ ഈ മോട്ടോർ വരെയുള്ള റിയാക്ടൻസ് എത്ര? J2.5 ആയിരുന്നു. പക്ഷേ നമ്മൾ ഈ കപ്പാസിറ്റൻസ് എഫക്റ്റ് പോലെ എന്താ? x12 ന്റെ റിയാക്ടൻസ് എത്ര ആയി? 1 ആയി. therefore we can conclude that എന്താ പറയാൻ പറ്റും? by using. അപ്പോ that means റിയാക്ടൻസ് ഇക്വേഷൻ നോക്കിയേ. സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി പറയുമ്പോഴത്തേക്ക് എന്താ? റിയാക്ടൻസ് x കുറയുകയാണ് അല്ലേ? കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും? x12 എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജനറേറ്ററിൽ നിന്ന് മോട്ടറിലേക്കുള്ള പാത്തിൽ ഉണ്ടാവുന്ന റിയാക്ടൻസ് J2.5 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റൻസ് എഫക്റ്റ് മൂലം നമ്മൾ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും? x12 എന്ന് പറയുന്ന വാല്യൂ എത്ര കിട്ടി? 1 കിട്ടി നമുക്ക് അല്ലേ? 1 കിട്ടുമ്പോഴത്തേക്ക് എന്താ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും as x decreases അല്ലേ? as
എക്സ് ഡിക്രീസസ് അല്ലെങ്കിൽ റിയാക്ടൻസ് കുറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ദ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി എന്തായിരിക്കും ഇൻക്രീസസ്. സോ എങ്ങനെ നമുക്ക് റിയാക്ടൻസ് കുറയാൻ പറ്റിയത് ബൈ യൂസിങ് ഷണ്ട് കപ്പാസിറ്റർ. സോ വൺ ഇമ്പോർട്ടന്റ് പോയിന്റ് റിമെമ്പർ വിത്ത് ഷണ്ട് കപ്പാസിറ്റർ എന്തായിരിക്കും സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ്. വൺ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണത്. കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് എന്താണ് therefore by using observation by using എന്തായിരിക്കും by using shunt capacitor അല്ലേ by using shunt capacitor steady state stability can be increased അല്ലേ steady state stability can be improved അല്ലെങ്കിൽ increased can be improved. ഓർത്ത് വയ്ക്കാം. സോ ഇതെങ്ങനെ എടുക്കുന്ന കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പോവാണ്. ഒന്നുകൂടെ നോക്കിക്കൂടെ എങ്ങനെയാണുള്ളത്. നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ചോദ്യം എന്താണ് തന്നിരിക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് ഓഫ് ദ പവർ സിസ്റ്റം അല്ലേ, അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഇക്വേഷൻ ആണ്. നമ്മൾ എന്താ ഇക്വേഷൻ നമ്മൾ എന്താ ലാസ്റ്റ് നമ്മൾ എഴുതിയ ഇക്വേഷൻ ആണ് എന്താ EG/EM by x into by x അല്ലെ EG/EM by x ആണ് നമ്മുടെ ഇക്വേഷൻ പറയുന്നത്. EG ഉണ്ട് EM ഉണ്ട്, നമുക്ക് എന്താ x കണ്ടുപിടിക്കണം. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. x കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഇക്വലന്റ് സർക്യൂട്ട് എടുത്തു. ആ ഇലക്ട്രിക്കൽ ഇക്വലന്റ് സർക്യൂട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സ്റ്റാറിനെ നമ്മൾ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ജനറേറ്ററിൽ നിന്ന് മോട്ടറിലേക്ക് വരുന്ന x12 എന്ന് പറഞ്ഞ റിയാക്ഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സെയിം തന്നെ ഒരു വേറെ പ്രോബ്ലം നോക്കാം നമുക്ക്. Question number 2. ഇതിങ്ങനെയാണ് a three-phase dead short circuit fault occurs in the middle point on one of the double circuit line. The stability limit under this condition would be. എന്നാണ് ചോദ്യം. ഫസ്റ്റ് നമ്മുടെ ഫിഗർ തന്നിട്ടുണ്ട്. ഇത് ജനറേറ്റർ ആണ്. ദിസ് ഇസ് ദ ജനറേറ്റർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റർ കഴിഞ്ഞിട്ട് ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. ദിസ് ഇസ് ട്രാൻസ്ഫോമർ കഴിഞ്ഞിട്ട് ഡബിൾ സർക്യൂട്ട് ലൈൻ പോകുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഡബിൾ സർക്യൂട്ട് ലൈൻ. ഇറ്റ് ഈസ് എ ഇൻഫിനിറ്റ് ബസ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ ഇൻഫിനിറ്റ് ബസിന്റെ വോൾട്ടേജ് 1 പെർ യൂണിറ്റ് എടുക്കുക കേട്ടോ. ഇൻഫിനിറ്റ് ബസിന്റെ വോൾട്ടേജ് 1 പെർ യൂണിറ്റ് എടുക്കുക. ഇതിനകത്ത് ക്വസ്റ്റ്യൻ അവർ തന്നിട്ടുണ്ട് VT is equal to 1 per unit തന്നിട്ടുണ്ട്. VT is equal to 1 per unit. VG is equal to അതും 1 per unit ആണ്. VG is equal to 1 per unit. J 0.3. ഈ ട്രാൻസ്മിഷൻ ലൈൻ അത് J 0.6 ഇതായിരിക്കും. ഇത് J 0.6. അപ്പോൾ പറയുന്നത് എന്തായിരിക്കും, a three-phase short circuit dead short circuit fault occurs at the middle of any one of the on one of the double circuit line അല്ലെ. അതിന്റെ ഡബിൾ സർക്യൂട്ട് ലൈനിന്റെ ഒരു സർക്യൂട്ടിന്റെ മിഡിലിൽ 3-phase ഫോൾട്ട് വന്നിട്ടുണ്ട്. therefore ആ സമയത്തുള്ള സ്റ്റെബിലിറ്റി ആണ് പറയുന്നത്. അപ്പൊ നോക്കിയേ 3-phase ഫോൾട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും വരിക, therefore ഇതായിരിക്കും നമ്മുടെ ഫോൾട്ട് എന്ന് പറയുന്നത്. therefore we are assuming this is the fault. അല്ലെ, ഫോൾട്ട് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന്റെ ഇലക്ട്രിക്കൽ ഈക്വലന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് കേസിൽ ഇതിന്റെ തന്നിരിക്കുന്നതിന്റെ ഇലക്ട്രിക്കൽ ഈക്വലന്റ് നമുക്ക് നോക്കാം. ഇതായിരിക്കും വരിക ജനറേറ്റർ VG അല്ലെ, ജനറേറ്റർ VG തന്നിട്ടുണ്ട്. അതിന് റിയാക്ടൻസ് ഒന്നും തന്നിട്ടില്ല. പിന്നെ എന്തായിരിക്കും ട്രാൻസ്ഫോമറിന്റെ റിയാക്ടൻസ് തന്നിട്ടുണ്ട് എത്ര, J.3 അല്ലെ, J.3. പിന്നെ എന്തായിരിക്കും വരിക ട്രാൻസ്മിഷൻ ലൈനിന്റെ തന്നിട്ടുണ്ട്. എത്രയായിരിക്കും വരിക, ഇത് J.6. എന്തായിരിക്കും വരിക, ഇത് മനസ്സിലാക്കുക. ഫോൾട്ട് എനി വൺ ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈനിന്റെ ഡബിൾ ലൈനിൽ ഒരെണ്ണത്തിന് ഫോൾട്ട് സംഭവിച്ചു. therefore അങ്ങനത്തെ കണ്ടീഷൻ വരുവാണെങ്കിൽ എപ്പോഴും നോക്കുക അതായിരിക്കും. therefore എന്തായിരിക്കും ഫസ്റ്റ് പോയിന്റ് റിമെമ്പർ, in a three-phase fault the line impedance are divided into two parts. in a three-phase fault എന്തായിരിക്കും, for a three-phase fault line impedances are divided into
are divided into two parts. അപ്പോൾ എന്തായിരിക്കും വരിക? ഇപ്പോൾ J.6 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇത് J.3. കാര്യം എന്താ? ഇത് ലൈൻ 1, ഇത് ലൈൻ 2. 2-ലല്ലേ ഫോൾട്ട് സംഭവിച്ചിരിക്കുന്നത്. therefore എന്തായിരിക്കും അവിടുത്തെ ഇംപെഡൻസ് എത്ര ആവും? എന്തായിരിക്കും 2 ഈക്വൽ ഡിവൈഡ് ആകും. അപ്പോൾ എന്തായിരിക്കും J.3 ഉം എന്തായിരിക്കും ഇതും J.3. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. നമുക്ക് ഇനി അടുത്തൊരു ഫിഗർ നമുക്ക് വരയ്ക്കണം. ഇതായിരിക്കും ഇൻഫിനിറ്റ് ബസ് അല്ലേ? ഇതാണ് നമ്മുടെ ഫോൾട്ട് എന്ന് പറയുന്നത്. ദിസ് ഇസ് എ ഫോൾട്ട്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒന്നുകൂടെ റീഡ്രോ ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ നമുക്ക് ഡെൽറ്റ കൺവേർഷൻ നമുക്ക് നോക്കണം. സി ഇങ്ങനെ ആയിരിക്കും വരിക. J.3 അല്ലെ? J.3 വന്നിട്ട് ഹിയർ ഇതായിരിക്കും J.6. ഇവിടെ എന്തായിരിക്കും വരിക? ഇംപെഡൻസ് രണ്ടായിട്ട് എന്തായിരിക്കും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയില്ലേ? ഇങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? ഇങ്ങനെ നമുക്ക് വരച്ചൂടെ? therefore അല്ലെ? ഇവിടെ ആയിരിക്കും നമ്മുടെ വോൾട്ടേജ്, ജനറേറ്റർ വോൾട്ടേജ് VG എന്ന് പറയുന്നത്. ഇത് VG, ഇതായിരിക്കും ഇത് നമ്മുടെ ബസ് ബാർ വോൾട്ടേജ് VT. ഇവിടെ ടെർമിനൽ വോൾട്ടേജ് VT. ഞാൻ പറയാണ് ഇത് X1, ഇത് X1, ഇത് X2, ഇത് X3. X1, X2, X3. നമുക്ക് എന്താ നമുക്ക് വേണ്ടേ? നമുക്ക് അതായിരിക്കും സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റിയുടെ ഇക്വേഷൻ എന്താ? അതായിരിക്കും സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി SS ഈക്വൽ ടു എന്തായിരിക്കും? എന്താണ്? EG ഇൻറ്റു അല്ലെങ്കിൽ എന്തായിരിക്കും? ഓക്കെ, V എന്ന് പറയാം അല്ലേ? VG ഇൻറ്റു VT ഡിവൈഡ് ബൈ XT ആണ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞത്. നമുക്ക് XT ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ നമുക്ക് XT നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? XT എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ജനറേറ്ററിൽ നിന്ന് ബസ് ബാറിലേക്ക് പോകുന്ന, സോറി നമ്മുടെ ഇൻഫിനിറ്റ് ബസ്സിലേക്ക് പോകുന്ന ആ റിയാക്ടൻസ് അല്ലേ? നമ്മൾ ഇത് സ്റ്റാർ കണക്ഷൻ അല്ലേ? നോക്കി ഇത് X1 ഉം X2 X3 ചേർന്ന് എന്തായിരിക്കും? അതൊരു സ്റ്റാർ കണക്ഷൻ നമുക്ക് പറയാൻ പറ്റും. എന്ത് ചെയ്യാം? ഇത് നമ്മൾ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും വരിക? സി ഇറ്റ് ഈസ് X12 അല്ലേ? ഇറ്റ് ഈസ് X12 ഡെൽറ്റ. അടുത്ത ഡെൽറ്റ വരും. സോറി, X12 ഇതായിരിക്കും ഇത് X13 ഇതായിരിക്കും വരിക. X13 ഇതായിരിക്കും X23 വരും. സോ ഇങ്ങനെ നമുക്ക് ഡെൽറ്റ കണക്ഷൻ കിട്ടും. നമുക്കെന്ത് മതി? നമുക്ക് X12 മാത്രം മതി അല്ലേ? therefore നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? therefore സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് SS ഈക്വൽ ടു കിട്ടും. therefore XT is equal to എന്തായിരിക്കും? ട്രാൻസ്ഫർ ഇംപെഡൻസ്, ട്രാൻസ്ഫർ റിയാക്ടൻസ് ഈക്വൽ ടു എന്തായിരിക്കും? X12 അല്ലേ? എന്ന് വെച്ചാൽ എന്തായിരിക്കും? ജനറേറ്ററിൽ നിന്ന് ഇൻഫിനിറ്റ് ബസ്സിലേക്ക് പോകുന്നതായിരിക്കും നമ്മളെ X12 എന്ന് പറഞ്ഞ ഇംപെഡൻസ് ആണ് അല്ലേ? അപ്പോഴേക്കും X12 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? X12 is equal to നമ്മൾ മുന്നേ പഠിച്ചതായിരിക്കും X1 plus X2 അല്ലേ? X1 plus X2 plus ഇതായിരിക്കും X1 X2 divided by X3. നമ്മൾ സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ ആണ്. X1 എത്ര വന്നിരിക്കുന്നത്? X1 J.3, J.0.3 plus X2 is also J.6 അല്ലേ? J.6 plus J.0.3 into J.6 divided by X3 എന്തായിരിക്കും വരിക? J.3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. നോക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? J1.5 എന്ന് കിട്ടും. therefore J1.5 എന്ന് കിട്ടും. therefore എന്തായിരിക്കും? XT is equal to 1.5. therefore എന്തായിരിക്കും? സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി അല്ലേ? സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി is equal to എന്തായിരിക്കും? therefore XT is equal to 1.5 കിട്ടിയപ്പോഴത്തേക്ക് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി is equal to ജനറേറ്ററിന്റെ വോൾട്ടേജ് എത്ര? 1 തന്നിട്ടുണ്ട്. ബസ് ബാറിന്റെ വോൾട്ടേജ് എത്ര? 1 തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ 1.5. therefore അത് കിട്ടും. therefore that is equal to 0.667 per unit. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് X12 കണ്ടുപിടിക്കുക. ഈ ഒരു മോഡലിലായിരിക്കും നമുക്ക് വരുന്നത്. അതായത് നമ്മുടെ ജനറേറ്ററിൽ നിന്ന് നമ്മുടെ ബസ് ബാറിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻഫിനിറ്റ് ബസ്സിലേക്ക് പോകുന്ന എന്തായിരിക്കും? കണക്ഷനിൽ വരുന്ന റിയാക്ടൻസ്, അത് ട്രാൻസ്മിഷൻ ലൈൻ ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇക്വലന്റ് ആയിട്ട് സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ ചെയ്ത ശേഷം നമ്മൾ ചെയ്യുക. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? അപ്പം ഇതിപ്പോ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും രണ്ട് കേസിലും X12 എന്ന് പറയാൻ നമുക്ക് എടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ? ഈ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത അതേ മെത്തഡോളജി തന്നെയാണ് നമ്മൾ സെക്കൻഡ് പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓർത്ത് വയ്ക്കുക. പിന്നെ എന്തായിരിക്കും? പോയിന്റ്സ് ടു റിമെമ്പർ. ഇൻ കേസ് ഓഫ് 3 phase ഫോൾട്ട് എന്തായിരിക്കും? ഇൻ കേസ് ഓഫ് 3 phase ഫോൾട്ട് ലൈൻ ഇംപെഡൻസസ് ആർ ഡിവൈഡഡ് ഇൻടു 2 parts അല്ലെ? കാര്യം ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 3 phase ഡെഡ് ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് occurs at the middle of one of the double circuit line അല്ലെ? അപ്പോൾ ലൈൻ നമ്പർ 2-ലാണ് ഫോൾട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? അവിടുത്തെ ഇംപെഡൻസ് ടോട്ടൽ ഇംപെഡൻസ് 0.6 ആണ്. സോറി, ടോട്ടൽ ഇംപെഡൻസ് 0.6 ആണ്. എന്ത് ചെയ്യും? അത്
on occurrence of a three-phase fault, the line impedance are divided into two parts. That means that is പൊട്ടി വീണല്ലേ, അപ്പോൾ എന്തായിരിക്കും രണ്ടായിട്ട് മാറും, J0.3 ആവും, J0.3 ആയിട്ട് മാറും. സോ എന്ത് ചെയ്യാം, അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് എടുക്കുക, പിന്നെ എന്തായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തൊരു പോയിന്റ് നോക്കിയേ, അടുത്തൊരു ഒരു കൺക്ലൂഷൻ കൂടെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മളുടെ ഫോൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ് ആണെന്ന് വിചാരിക്കും കേട്ടോ. നമ്മളുടെ ഈ ബസ് ബാറിൽ നമ്മളുടെ ഈ എന്തായിരിക്കും ഫോൾട്ട് ഒക്കെ സെറ്റ് പോയിന്റ് പി, എനി പോയിന്റ് എടുത്ത ബസ് ബാർ, ഈ ബസ് ബാറിൽ ഈ ഒരു പോയിന്റാണ് നമ്മുടെ ഫോൾട്ട് എന്ന് വിചാരിക്കും. അസ്യൂമിങ് മൈ ഫോൾട്ട് ഈസ് ഹിയർ, ഇവിടാണ് നമ്മുടെ ഫോൾട്ട് എങ്കിൽ എന്തായിരിക്കും വരിക, ഇവിടാണ് നമ്മുടെ ഫോൾട്ട് എങ്കിൽ എന്തായിരിക്കും, വാട്ട് ഈസ് ദ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി? ഇൻ ദിസ് കേസ് എന്തായിരിക്കും, സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 0. കാര്യം എന്തായിരിക്കും, ഇത് ഫോൾട്ട് ആകുമ്പോഴത്തേക്ക് എന്താ ബസ് ബാറിൽ വരുമ്പോഴത്തേക്ക് എന്താ ഈ കംപ്ലീറ്റ് പവർ എന്ത് ചെയ്യും, നമ്മളുടെ ഇത് ഈ ഫോൾട്ട് സർക്യൂട്ടിലേക്ക് ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും എർത്തിലേക്കായിരിക്കും പോകുന്നത്. therefore എന്തായിരിക്കും നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമുക്ക് റിസീവിംഗ് എൻഡിൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല, പവർ കിട്ടുന്നില്ല. therefore എന്തായിരിക്കും നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് if fault occurs at point P, that means any point on the bus bar, എന്തായിരിക്കും steady state stability is equal to 0. therefore another conclusion, if fault occurs at point P or any point on bus bar, steady state stability is equal to steady state stability limit is equal to 0, because power is equal to 0, because there is no power flow അല്ലേ. ഇവിടെ ഈ ജനറേറ്റർ സപ്ലൈ ചെയ്ത പവർ എന്ത് ചെയ്യും, ഇത് സർക്യൂട്ടിലോട്ട് കയറത്തില്ല. കാര്യം കറണ്ട് ആൾവേസ് ചൂസ് ലോ റെസിസ്റ്റൻസ് പാത്ത്, അത് ഇങ്ങോട്ട് പോകും, എർത്തിലേക്ക് പോകും, ബിക്കോസ് ഇവിടെ എന്തായിരിക്കും എർത്ത് ആയി കിടക്കുകയാണ്. സോ അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ബിക്കോസ് പവർ ഈസ് ഈക്വൽ ടു 0. therefore another important conclusion എന്തായിരിക്കും, therefore നമ്മൾ പഠിച്ചിട്ടുണ്ട്, therefore one more point we can conclude that ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയായിരിക്കും, the power transfer capacity depends on the location of fault on the transmission line അല്ലെ. therefore എന്തായിരിക്കും, മിഡിൽ പോയിന്റിലായിരുന്നപ്പോഴത്തേക്ക് പവർ ട്രാൻസ്മിഷൻ പവർ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ SS ലിമിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, 0.667 എന്ന് പറഞ്ഞ പവർ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് ബസ് ബാറിലാകുമ്പോഴത്തേക്ക് പവർ 0 ആയി പോകുന്നുണ്ട്. therefore we can say that എന്തായിരിക്കും, the power transfer capacity also depends upon the location of fault on the line. that is the power transfer അല്ലെ, the power transfer capacity, that is the power transfer capacity depends on location of fault on the line, location of fault on the line. It also depends upon the location of fault on the line. നോർത്ത് വയ്ക്കാം. സോ രണ്ട് പോയിന്റ്സ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് 3 കൺക്ലൂഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. what will happens in case of a three phase fault occurs on the middle of the transmission line? Impedance will be divided into two parts. The next point എന്തായിരിക്കും, what will happen if the fault occurs at the point P, അല്ലെങ്കിൽ ബസ് ബാറിൽ വന്നാൽ എന്തായിരിക്കും വരിക, സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി എന്തായിരിക്കും 0 ആയിരിക്കും, because power is equal to 0. then third conclusion, power transfer capacity it depends on the location of the fault, നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ സെക്കൻഡ് പ്രോബ്ലം. വളരെ ഇമ്പോർട്ടന്റ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇക്വേഷൻസ് അറിയാമെങ്കിലും കൺസെപ്റ്റ് അറിയാമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നെ ആയിരിക്കും എക്സാമിന് ചോദിക്കാറ്, അതല്ലാതെ വേറെ ഒന്നുമില്ല. കുറെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയിട്ടും സെയിം നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ തന്നെ ആയിരിക്കും ചോദിക്കുക. വർക്കൗട്ട് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, കൺസിഡറിംഗ് അടുത്തതായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. അടുത്ത നമ്മൾ ഈ ട്രാൻസ്മിഷൻ ലൈനിന്റെ റെസിസ്റ്റൻസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. therefore ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഇതുവരെ നമ്മൾ റിയാക്ടൻസ് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫോർ എക്സാമ്പിൾ ഇത് ട്രാൻസ്മിഷൻ ലൈൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ദിസ് ഇസ് എ ട്രാൻസ്മിഷൻ ലൈൻ ആൻഡ് ദിസ് ഇസ് എ സെൻഡിങ് എൻഡ് വോൾട്ടേജ്, ഇതായിരിക്കും സെൻഡിങ് എൻഡ് വോൾട്ടേജ് VS ആംഗിൾ ഡെൽറ്റ ആൻഡ് ദിസ് ഇസ് എ റിസീവിംഗ് എൻഡ് വോൾട്ടേജ് VR ആംഗിൾ തീറ്റ. അപ്പോൾ VR ആംഗിൾ തീറ്റ, ഓക്കെ, VR ആംഗിൾ തീറ്റ കൊടുത്തു, തീറ്റ അല്ല 0 എന്ന് കൊടുത്താൽ മതി, VR ആംഗിൾ 0, നോ പ്രോബ്ലംസ്. therefore ഇവിടെ എന്തായിരിക്കും ഇംപെഡൻസ്, Z is equal to R plus JX. ഓക്കെ,
Therefore, by considering the resistance also, the real power transfer, very important equation, the real power, P R P suffix R, the real power transfer is equal to Vs VR, Vs VR by Z into cos of theta minus delta, cos of theta minus delta minus minus VR square by Z into cos theta. Very important formula to remember. This formula is formulas revise. Therefore, PR is equal to Vs VR by Z into cos of theta minus delta minus VR square by Z into cos theta. That is the important formula. Therefore, that is the real power transferred. By considering the resistance also. The case reactance. That means the transmission line contains reactance and resistance. Impedance in the picture. The case X X that means R plus Jx Z. Therefore, PR is equal to Vs VR by Z into cos of theta minus delta minus VR square by Z into cos of theta. Then cos theta. This is maximum. For power transfer to be maximum. Maximum is the first derivative. And the condition cos in the terms maximum cos 0. Therefore, cos 0 theta minus delta is equal to 0. Therefore, theta is equal to delta. Very important conclusion. For maximum power, condition for maximum power transfer. For maximum power transfer, that condition that means cos theta minus delta theta minus delta it should be equal to 0. Cos 0 1. Therefore, maximum condition theta minus delta is equal to 0. Therefore, theta is equal to delta. Very important conclusion. Therefore, theta is equal to delta. Therefore, once theta is equal to delta, therefore maximum power transfer P max is equal to same equation Vs VR by Z into cos theta is equal to delta cos 0 1 minus VR square by Z into cos theta So 3 points to remember. 3 points to remember, very important. First one, power transfer by considering the impedance. What is the power transfer equation, general equation? Then what is the condition for maximum power transfer? Theta is equal to delta. Then at that time, what is the maximum power transfer equation? When theta is equal to delta, what is the maximum power? Cos theta value cos theta will become, this cos term will 1. Therefore, theta is equal to delta Vs VR by Z into 1 minus VR square by Z into cos theta. So, അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഡെറിവേഷൻ ആണിത്. നമുക്കിപ്പോൾ ഡെറിവേഷൻ ചെയ്ത് നോക്കാം. ഒരു എന്തായിരിക്കും ഇത് കാണാൻ, ഇത് നമ്മൾ പഠിച്ചോണ്ട് പോകും അതോട്ടോ. ആ സമയത്ത് ഡെറിവേഷൻ ഒന്നും ചെയ്യാൻ നിൽക്കാനൊന്നും പറ്റത്തില്ല, കാര്യം സമയം ഒരുപാട് പോകും. ഈ ഒരു ഓപ്ഷനാണ് പഠിച്ചു വയ്ക്കുക. Power is being transferred through a line of impedance Z is equal to R plus Jx at equal voltage at both ends. Maximum power transfer under steady state condition is. ചോദ്യം എന്താണ്? Is options under option A, option A x is equal to R, option A x is equal to R, option B x is equal to root 2R, x is equal to root 2R, option C x is equal to root 3R, x is equal to root 3R, and option D x is equal to 3R. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിന് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും അവർ പറഞ്ഞിരിക്കുന്നത്? പവർ is being transferred through a line impedance Z is equal to R plus Jx at equal voltage both. That means sending end voltage is equal to receiving end voltage. അങ്ങനെയാണെങ്കിൽ what is the maximum power transfer under steady state condition ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇത് സെൻഡിങ് എൻഡ് വോൾട്ടേജ് അല്ലേ, വി എസ് ഈസ് ഈക്വൽ ടു സെൻഡിങ് എൻഡ് വോൾട്ടേജ്, എന്തായിരിക്കും റിസീവിംഗ് എൻഡ് വോൾട്ടേജ്. തന്നിരിക്കുന്നത് എന്തായിരിക്കും? ബോത്ത് ആർ ഈക്വൽ അറ്റ് ഈക്വൽ വോൾട്ടേജ് അറ്റ് ബോത്ത് ആർ. ചിലപ്പോൾ വി എസ് ഈസ് ഈക്വൽ ടു വി, വി ആർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വി ആർ ഈസ് ഈക്വൽ ടു വി. വാട്ട് ഈസ് ദ പവർ മാക്സിമം പവറിന്റെ ഇക്വേഷൻ എന്താ? നമ്മളിപ്പോൾ എഴുതിയല്ലോ, പി മാക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വെൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആവുന്ന കണ്ടീഷൻ എന്താ? പി മാക്സ് ഈസ് ഈക്വൽ ടു കുറച്ച് മുന്നേ എഴുതിയ ഫോമുല അല്ലേ,
ലാസ്റ്റ് ഫോർമുല എന്തായിരിക്കും vs vr by z p max is equal to vs vr by z minus vr square by z into cos theta minus vr square by z into cos theta. ഇവിടെ എന്തായിരിക്കും രണ്ട് വോൾട്ടേജസും സെയിം ആണ് അല്ലേ, therefore എന്തായിരിക്കും vs is equal to vr is equal to v, therefore p max is equal to v square by z minus എന്തായിരിക്കും v square by z into cos theta അല്ലേ. ഇനി എന്തായിരിക്കും, ഇനി നമുക്ക് ഇതിനകത്ത് എന്താണ് നമ്മൾ ഇംപെഡൻസ് ട്രയാങ്കിൾ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് റെസിസ്റ്റൻസ് ഇത് എക്സ് ഇതായിരിക്കും ഇത് ഇസഡ് അല്ലേ, ഇത് ഇസഡ് ഇത് തീറ്റ ആണെങ്കിൽ എന്തായിരിക്കും കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ആർ ബൈ ഇസഡ് ആണ് അല്ലേ, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ആർ ബൈ ഇസഡ് ആണ്. അപ്പൊ ഇവിടെ എന്താ ഇസഡ് എന്ത് കൊടുക്കുക നമ്മൾ ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ബൈ കോസ് തീറ്റ അല്ലേ, therefore എന്തായിരിക്കും വി സ്ക്വയർ ബൈ ആർ ബൈ കോസ് തീറ്റ. അപ്പൊ എന്തായിരിക്കും കോസ് തീറ്റ മുകളിൽ പോലെ വി സ്ക്വയർ കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ മൈനസ് വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു എന്തായിരിക്കും വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു കോസ് തീറ്റ. ഇവിടെ ആർ സ്ക്വയർ എടുത്തിട്ടല്ലോ, ആർ അല്ലേ എടുത്തോളൂ അല്ലേ, വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു എന്തായിരിക്കും പുട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ അല്ലേ, പുട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ബൈ കോസ് തീറ്റ എന്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ബൈ കോസ് തീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വി സ്ക്വയർ ബൈ ആർ കോസ് തീറ്റ മൈനസ് വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു കോസ് തീറ്റ നമുക്ക് കിട്ടും അല്ലേ. therefore എന്തായിരിക്കും ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും വാട്ട് ഈസ് ദ മാക്സിമം പവർ എന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതല്ലേ. therefore എന്തായിരിക്കും ഡി ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, എന്തായിരിക്കും ഡി പി എം അല്ലെ, ഡി പി എം ഡിവൈഡ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വി സ്ക്വയർ ബൈ ആർ കോൺസ്റ്റന്റ് ആണ്, വി സ്ക്വയർ ബൈ ആർ കോസ് തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ മൈനസ് സൈൻ തീറ്റയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ, മൈനസ് സൈൻ തീറ്റ മൈനസ് എന്തായിരിക്കും മൈനസ് വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു അല്ലെ മൈനസ് v square by r into v square by r cos theta. ഇവിടെ ആൾറെഡി ഒരു കോസ് തീറ്റ ഉണ്ടല്ലോ, അതാണ് നോക്കുന്നത്. ഇസഡ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ പ്രകാരം ഇസഡ് ഈസ് ഈക്വൽ ടു നമ്മൾ ആർ ബൈ കോസ് തീറ്റ കൊടുത്തു അല്ലേ, ആർ ബൈ കോസ് തീറ്റ പിന്നെ ആൾറെഡി ഇക്വേഷൻ ഒരു കോസ് തീറ്റ ഉണ്ടല്ലോ, ആ കോസ് തീറ്റ ഇവിടെ നമ്മൾ വിട്ടുപോയത്. അപ്പൊ അതായിരിക്കും വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ അല്ലെ, ആർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്തിട്ട് നമുക്ക് എഴുതാം. therefore എങ്ങനെ ആയിരിക്കും വരിക, therefore p max is equal to v square by r into cos theta minus v square by r into cos square theta അല്ലെ. ഇനി എന്തായിരിക്കും വരിക മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അല്ലെ, therefore dpm by d theta. therefore എന്തായിരിക്കും dpm by d theta is equal to എന്തായിരിക്കും v square by r cos theta എന്തായിരിക്കും മൈനസ് സൈൻ തീറ്റ അല്ലെ, മൈനസ് സൈൻ തീറ്റ മൈനസ് v square by r cos square theta അങ്ങനെ ആയിരിക്കും പറ്റുക 2 cos theta into cos എന്തായിരിക്കും sin theta അല്ലെ, മൈനസ് sin theta മൈനസ് എന്തായിരിക്കും ഇവിടെ പ്ലസ് ആയി അല്ലെ, പ്ലസ് ആവും. therefore നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, therefore v square by r into sin theta നമ്മൾ ഇനി പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും, sin theta നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ -1 അല്ലെ, -1 പ്ലസ് 2 cos theta is equal to 0 അല്ലെ. for getting the maximum value dpm by അല്ലെ, for getting the maximum value എന്തായിരിക്കും dpm by d theta is equal to 0 അല്ലെ. നമ്മൾ അങ്ങനെ ഏതൊരു ക്വാണ്ടിറ്റി മാക്സിമം കാണുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, 0 ഡിക്കേറ്റ് ചെയ്യാം. എന്തായിരിക്കും therefore v square by sin theta by r into -1 plus cos 2 theta അല്ലെങ്കിൽ എന്ത് ചെയ്യാം, therefore എന്തായിരിക്കും -1 plus 2 cos theta is equal to 0. അപ്പോൾ എന്തായിരിക്കും therefore cos theta is equal to എന്താ പറ്റും, cos theta is equal to 1/2 അല്ലെങ്കിൽ എന്തായിരിക്കും cos theta 1/2 ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, cos theta means എന്താണ് തീറ്റ ആണെങ്കിൽ അല്ലെ 1/2
2 അതായിരിക്കും adjacent by hypotenuse അല്ലേ. ഇപ്പോൾ എന്തായിരിക്കും നമ്മളുടെ ആൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും വരിക, ഇത് √3 ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടാൻ തീറ്റ കണ്ടുപിടിച്ച് നോക്കിയേ. therefore ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു √3. ടാൻ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്തായിരിക്കും, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു x/r നമുക്കറിയാം, x/r ഈസ് ഈക്വൽ ടു √3. therefore x ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, therefore x ഈസ് ഈക്വൽ ടു √3 ടൈംസ് r. ഇത് ഡെറിവേഷൻ ഒന്നും ആ സമയത്തൊന്നും ചെയ്യാൻ പോകരുത്. ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഇതിന്റെ പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും. What is the, that means the maximum power transfer when maintaining equal voltage at both ends. That means the power being transferred through a line of impedance that is equal to R plus jx at equal voltage at both ends. Maximum power transfer under steady state condition is, what is the condition, x is equal to √3r. Therefore option correct ആയിട്ട് വരിക. Therefore option C is the correct അല്ലേ. Therefore option C is the correct. അപ്പം ഇതൊരു x is equal to √3r എന്നുള്ളൊരു എന്താ പറയാ ഫൈനൽ ആൻസർ ഓർത്ത് വയ്ക്കുക. കാര്യം ആ സമയത്ത് ഡെറിവേഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എങ്ങനെ നമ്മൾ ചെയ്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ പിമാക്സിന്റെ ഇക്വേഷൻ നമ്മൾ എടുത്തു, മാക്സിമം പവർ ഇക്വേഷൻ എടുത്തു. ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, എന്തായിരിക്കും സെൻഡിങ് എൻഡ് വോൾട്ടേജ് റിസീവിംഗ് എൻഡ് വോൾട്ടേജ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. VS ഈസ് ഈക്വൽ ടു VR ഈസ് ഈക്വൽ ടു V എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇസഡിന് പകരം എന്ത് ചെയ്തു, നമ്മൾ ഇംപെഡൻസ് ട്രയാങ്കിൾ ചെയ്തു. Z ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു R/Z ആണ്. അപ്പോൾ എന്തായിരിക്കും ഇസഡ് നമ്മൾ എന്ത് എടുത്ത് കൊടുത്തു, R/cos തീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടും, V²/R cos തീറ്റ മൈനസ് V²/R cos സ്ക്വയർ തീറ്റ. ഇനി എന്തായിരിക്കും നമുക്ക് വേണ്ടുള്ള മാക്സിമം പവർ ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, കണ്ടീഷൻ എന്തായിരിക്കും, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇത് PM ആണ്. അപ്പോൾ എന്തായിരിക്കും മാക്സിമം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, dPm/d ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കിട്ടും മാക്സിമം എന്തായിരിക്കും മാക്സിമം കണ്ടീഷൻ നമുക്ക് കിട്ടും അല്ലെ, dPm/d ഈസ് ഈക്വൽ ടു 0 ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, എന്തായിരിക്കും ഇപ്പോൾ cos തീറ്റ 1/2 എന്ന് കിട്ടും. cos തീറ്റ 1/2 കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് tan തീറ്റ എന്ന് കിട്ടും. tan തീറ്റ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കുമ്പോഴത്തേക്ക് √3 കിട്ടും. therefore tan തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് x/r നമുക്കറിയാം. therefore x is equal to √3 times r. ഓർത്ത് വയ്ക്കുക. Next topic is steady state stability in terms of ABCD constants. Steady state stability in terms of ABCD constants. ABCD constants നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെന്തായിരിക്കും നമ്മൾ ABCD കോൺസ്റ്റന്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, സെൻഡിങ് എൻഡ് വോൾട്ടേജ് VS ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, സെൻഡിങ് എൻഡ് വോൾട്ടേജ് VS ഈസ് ഈക്വൽ ടു എന്തായിരിക്കും A into VR അല്ലെ, A into VR plus B into IR. റിസീവിംഗ് എൻഡ് കറണ്ട്, റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ആണ്. എന്തായിരിക്കും IS, സെൻഡിങ് എൻഡ് കറണ്ട് IS ഈസ് ഈക്വൽ ടു C into VR plus D into IR plus D into IR. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ നമുക്ക് വേണ്ട. നമുക്ക് എന്തായിരിക്കും, നമ്മൾ മുന്നത്തെ കേസിൽ എന്തായിരിക്കും ഇംപെഡൻസ് എത്തപ്പെടുത്തി നമ്മൾ റിയൽ പവർ ഫ്ലോ നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ റിയൽ പവറിന്റെ ഇക്വേഷൻ നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പൊ അതിനു മുന്നേ ABCD കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, A ഉണ്ട്, A B C D. A എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, A മീൻസ് എന്തായിരിക്കും മോഡുലസ് ഓഫ് A ആംഗിൾ ആൽഫ. B എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും B ആംഗിൾ ബീറ്റ. C എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ C ആംഗിൾ 90. D എന്തായിരിക്കും, D എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ D ആംഗിൾ ആൽഫ. എയും ഡിയും എന്തായിരിക്കും, എയും ഡി ഹാവിംഗ് നോ യൂണിറ്റ്, എയും ഡി ഹാവിംഗ് നോ യൂണിറ്റ്. ബി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ബി ഈസ് ഹാവിംഗ് യൂണിറ്റ് ഓഫ് എന്തായിരിക്കും ഇംപെഡൻസ്, ആൻഡ് സി ഈസ് നത്തിങ് ബട്ട് എന്തായിരിക്കും അഡ്മിറ്റൻസ്, സി ഈസ് നത്തിങ് ബട്ട് അഡ്മിറ്റൻസ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും, പവർ ട്രാൻസ്ഫർ ഇക്വേഷൻ എന്താ, പി ആർ ഈസ് ഈക്വൽ ടു റിയൽ പവർ ട്രാൻസ്ഫർ, പി ആർ ഈസ് ഈക്വൽ ടു വി എസ് വി ആർ ബൈ വി എസ് ഇൻറ്റു സെൻഡിങ് എൻഡ് വോൾട്ടേജ് റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ബൈ എന്തായിരിക്കും വി എസ് വി ആർ ബൈ ബി into cos of beta minus delta minus a into VR square by b into cos of beta minus alpha
into cos of beta minus alpha. ഇതെല്ലാം മോഡുലസ് ഇട്ട് കൊടുത്തോളൂ. എ ബി എല്ലാം. എ ഇത് ബി, സെറ്റിങ്ങിന്റെ വോൾട്ടേജ്, സെറ്റ് വി എസ് വി ആർ ബി ബി. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ റിസീവിംഗ് എൻഡ് പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും നമ്മൾ മുന്നേ പഠിച്ച കണക്ക് എന്തായിരിക്കും മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഇതിനകത്ത് കോസ്റ്റ് ടേം എന്തായിരിക്കണം? കോസ്റ്റ് ടേം പവർ ടു ബി മാക്സിമം അല്ലെ? വാട്ട് ഈസ് പവർ ടു ബി മാക്സിമം? കണ്ടീഷൻ എന്തായിരിക്കും? ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ അല്ലെ? ദാറ്റ് ഈസ് ഫോർ പവർ ടു ബി മാക്സിമം. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ ആട്ടോ, ഓർത്ത് വെച്ചോളൂ. റെസിസ്റ്റൻസ് ആവുന്ന കണ്ടീഷൻ എന്തായിരിക്കും? ഡെൽറ്റ ഈസ് ഈക്വൽ ടു തീറ്റ. എവിടെ എന്തായിരിക്കും എ ബി സി ഡി കോൺസ്റ്റന്റ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഡെൽറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ. അപ്പോൾ പവർ ടു ബി മാക്സിമം എന്തായിരിക്കും? ഡെൽറ്റ ഷുഡ് ബി ഈക്വൽ ടു ബീറ്റ. ബിക്കോസ് എന്തായിരിക്കും? ഡെൽറ്റ ബീറ്റ ആകുമ്പോഴത്തേക്ക് ഈക്വൽ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? കോസ് 0 ആവുന്നത്. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? അത് 1 ആയിരിക്കും. കോസ് മാക്സിമം വാല്യൂ പോകും. therefore നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? therefore the max steady state stability എന്തായിരിക്കും? steady state stability that is equal to p max അല്ലെ? is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? vs vr by അല്ലെ? vs modulus of vs into modulus of vr by എന്തായിരിക്കും? modulus of b into cos എന്തായും? cos നമ്മൾ 0 ആയി, സോറി 1 ആയി പോകും, മൈനസ് a into എന്തായിരിക്കും? vr സ്ക്വയർ അല്ലെ? vr സ്ക്വയർ by b into cos of beta minus alpha. cos of beta minus alpha ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. ഇത് ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. ബൈ എ ബി സി ഡി കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഒരു പ്രോബ്ലം ഉണ്ട്. പി എസ് സിയുടെ ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. 220 kV ട്രാൻസ്മിഷൻ ലൈൻ ഹാസ് 2 പോർട്ട് നെറ്റ്വർക്ക്. എ is equal to 0.9 ആംഗിൾ 1.5, ബി is equal to B is equal to 80 angle 75, C തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്. The real power transfer capacity of line for a phase displacement of 30 degree of both sides is ആണ് ചോദ്യം. For a phase displacement of 30 degrees voltage of both sides. The real power transfer capacity maximum അല്ല ചോദിച്ചിരിക്കുന്നത്, റിയൽ പവർ ട്രാൻസ്ഫർ ആണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം ആകുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുന്നതായിരിക്കും. നമ്മൾ ഈ കോസിന്റെ ടേം നമുക്ക് 0 ആയി പോകും, നമുക്ക് 1 ആയി വരുന്നത് അല്ലെ? ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇവിടെ നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട്, ഡെൽറ്റ ആംഗിൾ തന്നിട്ടുണ്ട്. ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 30 ഡിഗ്രി വോൾട്ടേജസ് ഓഫ് ബോത്ത് സൈഡ്സ് തന്നിട്ടുണ്ട്. therefore നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? therefore റിയൽ പവർ ട്രാൻസ്ഫർ PR is equal to, therefore സൊല്യൂഷൻ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? therefore real power transfer PR is equal to equation എന്താണ്? modulus of VS into modulus of VR അല്ലെ? by modulus of B into cos of എന്തായിരിക്കും? beta minus delta minus modulus of A by modulus of B into VR square into cos of beta minus alpha. ഇവിടെ എത്ര തന്നിരിക്കുന്നത്? VS ഇവിടെ തന്നിരിക്കുന്നത് 220 kV അല്ലെ? ട്രാൻസ്മിഷൻ ലൈൻ ഹാസ് 2 പോർട്ട്. അതായിരിക്കും വേറെ അതായിരിക്കും VS is equal to VR എടുത്തോളൂ. that is therefore VS is equal to VR, that is equal to 220 into 220 അല്ലെ? 220 into 220 into ഇതായിരിക്കും 10 raised to 6 അല്ലെ? 10 raised to 6 by B എത്ര തന്നിരിക്കുന്നത്? B A എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിവിടെ പഠിച്ചു എന്തായിരിക്കും? A is equal to A angle alpha അല്ലെ? A is equal to A angle alpha, B is equal to B angle beta, C is equal to C angle 90 and D is equal to D angle alpha. ആൽഫയും രണ്ട് സെയിം ആയിരിക്കും അല്ലെ? 1.5. therefore എന്തായിരിക്കും വരിക? ബൈ B എത്ര തന്നിരിക്കുന്നത്? B 80 വരും അല്ലെ? B 80 അല്ലെ? B തന്നിട്ടുണ്ട്, 80 തന്നിട്ടുണ്ട്. ഇതായിരിക്കും കോസ് ഓഫ് ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ബിയുടെ ആംഗിൾ 75 അല്ലെ? 75 മൈനസ് ഡെൽറ്റ എത്ര? 30 തന്നിട്ടുണ്ട് നമുക്ക്. 30 മൈനസ് എ എത്ര വരുന്നതിരിക്കുന്നത്? എ എന്ന് പറയുമ്പോൾ എയുടെ മാഗ്നിറ്റ്യൂഡ് 0.9 ഡിവൈഡ് ബൈ ബിയുടെ മാഗ്നിറ്റ്യൂഡ് 80. റിസീവിംഗ് എൻഡ് വോൾട്ടേജ് 220 into 10 raised to 3 220 kV ആണ്. 10 raised to 3 the whole square into cos of ബീറ്റ എത്ര തന്നിരിക്കുന്നത്? ബീറ്റ 75 അല്ലെ? 75 മൈനസ് ആൽഫ എത്ര? 1.5. സോ ഇത് ഓർത്ത് വയ്ക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക്
നമുക്ക് തന്നിരിക്കുന്ന എന്തായിരിക്കും PSC മോഡൽ എക്സാംസിന് ചോദിക്കുന്ന പറഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ കോസിന്റെ വാല്യൂ കിട്ടുന്ന ടേംസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ദെർഫോർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 273.15 മെഗാവാട്ട്. ഇത് നമുക്ക് ഇതിന്റെ പ്രൊസീജിയർ അറിയാം, ഏത് ഇക്വേഷൻസ് യൂസ് ചെയ്യണത്, എങ്ങനെ ടേംസ് വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി എടുക്കാം. ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? A lossless transmission line has a power transfer capacity P. The line has 20% compensation without changing operating voltage. The power handling capacity is. ഇത് PSC ക്വസ്റ്റ്യൻ ആണ്. A lossless transmission line എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? P is equal to എന്തായിരിക്കും ഫസ്റ്റ് കേസിലെ P is equal to VS VR by X അല്ലെ, P is equal to VS VR by X. അപ്പൊ എന്തായിരിക്കും? Therefore നമുക്ക് എന്താ പറയാൻ പറ്റും? P is proportional to എന്തായിരിക്കും? P is proportional to 1 by X. The line has 20% compensation. അപ്പം അങ്ങനെ കോമ്പൻസേഷൻ വരുമ്പോഴത്തേക്ക് നോക്കുക, X 20%, that means that കോമ്പൻസേഷൻ വരുന്നത് കോമ്പൻസേഷൻ അഫക്റ്റ് ആവുന്ന റിയാക്ടൻസിനായിരിക്കും അഫക്റ്റ് ആവുന്നത്. 20% കോമ്പൻസേഷൻ മീൻസ് എന്തായിരിക്കും? നമ്മൾ 80% മാത്രം കൺസിഡർ ചെയ്താൽ മതി. Therefore നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Therefore solution നോക്കിയേ, P1 is equal to 1 by X1. ഫസ്റ്റ് കേസിൽ the line has 20% compensation. അപ്പോൾ എന്തായിരിക്കും? P2 is equal to എന്തായിരിക്കും? P2 is equal to 1 by X2. ഓക്കെ, 1 by X2 നമ്മൾ എഴുതുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Therefore P2 by P1 അല്ലെ, therefore P2 by P1 is equal to എന്തായിരിക്കും? is equal to X1 by X2. That is equal to P1 എന്തായിരിക്കും? Therefore P2 is equal to P1 into അല്ലെ, X1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? X1 ഫസ്റ്റ് എന്തായിരിക്കും? വിത്തൗട്ട് കോമ്പൻസേഷൻ. X2 എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്തതായിരിക്കും the line has 20% compensation. 20% compensation means എന്തായിരിക്കും? 80% മാത്രമേ അവിടെ റിയാക്ടൻസ് ഉള്ളൂ. That means 1 by 0.2. 20% ആയതുകൊണ്ട് നമ്മൾ 0.2 എടുത്തേക്കുന്നത്. Therefore ഇത് കിട്ടും. Therefore P2 is equal to P1 into 1 by 0.8 അല്ലെ, 0.8. Therefore ഇത് കിട്ടും. Therefore P2 is equal to 1.25 times P1. എങ്ങനെ എടുക്കുന്നത് മനസ്സിലായോ? നമ്മള് the power transfer capacity is proportional to എന്തായിരിക്കും? സ്റ്റാർട്ടിംഗ് proportional to 1 by X ആണ്. അപ്പൊ P1 എന്ന് പറയുമ്പോഴത്തേക്ക് 1 by X1, P2 is equal to 1 by X2. കാര്യം സെക്കൻഡ് കേസിലാണ്. ഫസ്റ്റ് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ പവർ ട്രാൻസ്ഫർ കപ്പാസിറ്റി P എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് കേസിൽ 20% കോമ്പൻസേഷൻ കൊടുക്കുകയാണ്. 20% കോമ്പൻസേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് എത്ര? 1 minus 0.2. 1 that means എന്തായിരിക്കും? 80% റിയാക്ടൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതാണ് 1 minus 0.2 കൊടുത്തിരിക്കുന്നത്. Therefore നമുക്ക് 80% ആയിരിക്കും 0.8 ആയിട്ട് കിട്ടുന്നത്. Therefore P2 is equal to 1.25 times P1. ഓർത്ത് വയ്ക്കുക. Next is the swing equation. Swing equation. Swing equation പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറയുകയാണ്, theta. Let theta be the angular displacement in a radian. Theta be the angular displacement in radian. Omega be the angular speed. That is equal to d theta by dt. അല്ലെ, d theta by dt. Alpha angular acceleration അല്ലെ, alpha is equal to d square theta by dt square. അല്ലെങ്കിൽ എന്താ പറ്റും? That is equal to d omega by dt. എന്തായിരിക്കും? radians per second square. എന്തായിരിക്കും? radians per second. Angular speed radians per second, acceleration the second square. Torque T is equal to എന്തായിരിക്കും? J into alpha. Therefore J എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? Where J is the moment of inertia. Therefore J into
ആൽഫ എന്തായിരിക്കും വരിക ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ, ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ന്യൂട്ടൺ മീറ്റർ, അതായിരിക്കും ടോർക്ക് എന്ന് പറയുന്നത്. അടുത്തത് കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി ഓഫ് ദ റോട്ടർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ഹാഫ് ഇൻറ്റു ജെ ഒമേഗ സ്ക്വയർ. ജെ എന്ന് പറയുന്നതായിരിക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യ, വേർ ജെ എന്ന് പറയുന്നതായിരിക്കും ജെ ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻ കിലോഗ്രാം മീറ്റർ സ്ക്വയർ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഇത്രയും ടേംസ് ഓർത്ത് വയ്ക്കുക. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ജെ ഒമേഗ സ്ക്വയർ. ഇപ്പോ നമ്മൾ സ്വിംഗ് ഇക്വേഷനെ പറ്റി പറയുകയാണ്. സ്വിംഗ് ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, നമ്മൾ നോർമലി നമ്മൾ പറയുന്നത് ഒരു 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 പിന്നെ ജനറേറ്റർ എടുക്കുകയാണെങ്കിൽ നോർമൽ കേസിൽ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് നമ്മൾ പറയുകയാണ്. ദാറ്റ് മീൻസ് നമ്മൾ എത്ര ഇൻപുട്ട് കൊടുക്കുന്നോ അതിന് ബദലായിട്ട് അത് ആ ഇൻപുട്ട് പോർഷനായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അടുത്തൊരു കേസ് പറയുകയാണ്, ഇഫ് ഇൻപുട്ട് ഈസ് ഹൈ, ദാറ്റ് മീൻസ് ഇഫ് ദ ഇൻപുട്ട് ടോർക്ക് ഈസ് ഹൈ ഹയർ ദാൻ ഔട്ട്പുട്ട് ടോർക്ക്, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഒരു ആക്സിലറേഷൻ ആയിരിക്കും സംഭവിക്കുക. ദാറ്റ് മീൻസ് എന്ത് ചെയ്യും, ഈ റോട്ടറിന്റെ അല്ലെങ്കിൽ ഈ എന്തായിരിക്കും നമ്മളെ ജനറേറ്റർ റൊട്ടേറ്റിംഗ് പാർട്ടായ റോട്ടറിന്റെ സ്പീഡ് എന്താവും, ആക്സിലറേറ്റ് ചെയ്യും, സ്പീഡ് കൂടി കൂടി എന്ത് ചെയ്യും, അൺസ്റ്റേബിളിലേക്ക് പോകും. ഇപ്പം രണ്ടാമത്തെ കേസ്, ദാറ്റ് മീൻസ് ഇൻപുട്ട് ടോർക്ക് ഗ്രേറ്റർ ദാൻ ഔട്ട്പുട്ട് ടോർക്ക് ആകുമ്പോഴത്തേക്കും ആക്സിലറേഷൻ. അപ്പൊ ദാറ്റ് മീൻസ് if there is a difference between input and output torque, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, either the rotor will accelerate അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, the rotor will retard. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫോർ എക്സാമ്പിൾ, this is a synchronous machine, this is a synchronous generator. Okay, ഈ synchronous generator ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ കൊടുക്കുന്നത് എന്തായിരിക്കും, ഇൻപുട്ട് ഞാൻ കൊടുക്കുന്നത് മെക്കാനിക്കൽ ഇൻപുട്ട് ഞാൻ കൊടുക്കും. മെക്കാനിക്കൽ ഇൻപുട്ട് ടി എം എന്ന് പറഞ്ഞ മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുത്തു. ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ടി ഇ എന്ന് പറയുന്നതായിരിക്കും ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ടി എം മെക്കാനിക്കൽ എന്തായിരിക്കും, മെക്കാനിക്കൽ ടോർക്ക് എന്ന് കൊടുത്തു. മെക്കാനിക്കൽ ടോർക്ക് എന്തായിരിക്കും, മെക്കാനിക്കൽ ടോർക്ക് ഇൻപുട്ട്. ടി ഇ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് അല്ലെ, ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്. അപ്പൊ നമുക്ക് നോക്കിയേ, therefore അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാണ്, ഇഫ് ഇൻപുട്ട് ടോർക്ക്, ഫസ്റ്റ് കേസ് ഇഫ് ഇൻപുട്ട് ടോർക്ക് ഗ്രേറ്റർ ദാൻ ഔട്ട്പുട്ട് അല്ലെ, ഔട്ട്പുട്ട് ടോർക്ക് അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, സ്റ്റേറ്റ് എന്തായിരിക്കും, ഇറ്റ് ഈസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ മീൻസ് എന്തായിരിക്കും, സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. കാര്യം എന്തായിരിക്കും, റോട്ടറിന്റെ സ്പീഡ് എന്തായിരിക്കും, അബ്രപ്റ്റ് ആയിട്ട് കൂടി എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഗോ ടു അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടോർക്ക് പ്രൊഡ്യൂസസ് either acceleration or retardation. That means if output torque ആണ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, if output torque is greater than input torque ആണെങ്കിൽ എന്തായിരിക്കും വരിക, opposite of acceleration will take place, that is called retardation എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, what is therefore accelerating power, therefore accelerating torque, ഞാൻ പറയണം accelerating torque ഞാൻ വിളിക്കുന്നത് TA, accelerating torque TA is equal to എന്തായിരിക്കും, ഇൻപുട്ട് ടോർക്ക് മെക്കാനിക്കൽ ഇൻപുട്ട് ടോർക്ക് അല്ലെ, മെക്കാനിക്കൽ ഇൻപുട്ട് ടോർക്ക് ടി എം മൈനസ് ടി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, ടി എം മൈനസ് ടി. ടി എം മൈനസ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോർക്കിന്റെ ഇക്വേഷൻ എന്താ, ടി എ ഈക്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും, ജെ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ ഫസ്റ്റ് കേസിൽ. therefore എന്തായിരിക്കും വരിക, therefore that is equal to എന്തായിരിക്കും, this is equal to ജെ ഇൻറ്റു ആൽഫ അല്ലെങ്കിൽ എന്തായിരിക്കും, ജെ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ നമ്മൾ പഠിച്ചു, ജെ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഇനി നോക്കിയേ, നമുക്ക് ഇനി പവർ വേണം അല്ലെ, പവർ പി ഈസ് ഈക്വൽ ടു നമ്മൾ ഒരു ഇക്വേഷൻ അല്ലേ, പവർ ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ 2πn ഇൻറ്റു ടി. 2πn ടി എന്ന് പറയുമ്പോഴത്തേക്ക് അത് പവർ ആണ്. therefore 2πn എന്തായിരിക്കും, ഒമേഗ. therefore എന്തായിരിക്കും, ടി ഈസ് ഈക്വൽ ടു ടോർക്ക് ഈസ് ഈക്വൽ ടു പവർ ബൈ ഒമേഗ, അല്ലെങ്കിൽ എന്തായിരിക്കും, പവർ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി അല്ലെ, പവർ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, therefore ആക്സിലറേറ്റിംഗ് പവർ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും ഒമേഗ ഇൻറ്റു ടി എ, ദാറ്റ് മീൻസ് ഇറ്റ്സ് ആക്സിലറേറ്റിംഗ് പവർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആയിരിക്കും ഒമേഗ ഇൻറ്റു ടി എം മൈനസ് ഒമേഗ ഇൻറ്റു ടി ഇ ഇസ് ഈക്വൽ ടു ആയിരിക്കും, ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ജെ ആൽഫ ഇതായിരിക്കും, ഇസ് ഈക്വൽ ടു ജെ ഇൻറ്റു ഒമേഗ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. എന്തിനാ അത് ചെയ്തത്, കാര്യം നമ്മൾ ടോർക്ക്, നമുക്ക് പവർ നമുക്ക് വേണ്ടേ, പവർ ടോർക്കുള്ള ഇക്വേഷൻ എന്താ, പി ഈസ് ഈക്വൽ ടു 2πnt ആണ് അല്ലെ. therefore ടോർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, പവർ 2πn എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, 2πn ഈസ് ഈക്വൽ ടു ഒമേഗ. therefore ടോർക്ക് ഈസ് ഈക്വൽ ടു പി ബൈ ഒമേഗ. നമുക്ക് ടോർക്ക് ഉണ്ട്, ടോർക്കിന് നമ്മൾ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, പവർ കിട്ടും, ഒമേഗ ടി എ. therefore ഒമേഗ ഇൻറ്റു ടി എ നമ്മൾ എന്ത് വിളിച്ചു, ആക്സിലറേറ്റിംഗ് പവർ പി എ എന്ന് വിളിച്ചു. പി എ ഈസ് ഈക്വൽ ടു
എന്തായിരിക്കും PM. PM എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമ്മുടെ മെക്കാനിക്കൽ ഇൻപുട്ട് അല്ലെ, മൈനസ് എന്തായിരിക്കും നമ്മുടെ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് PE ഈസ് ഈക്വൽ ടു J ഒമേഗ ഞാനിത് വിളിക്കുകയാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ M എന്ന് വിളിക്കുകയാണ്. M ഇൻറ്റു മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് രണ്ട് വാക്കുണ്ട്, ഒന്ന് J ഉണ്ട്, ഒന്ന് M ഉണ്ട്. M ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. എം ഉം ജെയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. എം എന്ന് പറയും ജെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കിലോഗ്രാം, ജെയുടെ യൂണിറ്റ് എന്താണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. പക്ഷെ ഇവിടെ എന്തായിരിക്കും, ഇവിടുത്തെ എം എന്ന് പറയുന്നത് രണ്ടും മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ബട്ട് ദ യൂണിറ്റ് ഓഫ് എം ഈസ് എന്തായിരിക്കും മെഗാവാട്ട് സെക്കൻഡ് സ്ക്വയർ പെർ റേഡിയൻ. മെഗാവാട്ട് സെക്കൻഡ് സ്ക്വയർ പെർ റേഡിയൻ, വേറെ എം ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ. Therefore നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore PA is equal to PM minus PE is equal to M into D square തീറ്റ. നമ്മൾ തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ റോട്ടറിന്റെ മൂവ്മെന്റ് ആണ് അല്ലെ. therefore നമ്മൾ തീറ്റയ്ക്ക് പറയുമ്പോൾ നമ്മൾ റോട്ടർ ആംഗിൾ ആണ് നമ്മൾ കൊടുക്കുന്നത്. തീറ്റ can be replaced by delta D square delta by DT square. therefore PA is equal to M into D square delta by DT square. ഇതിനെയാണ് നമ്മൾ പറയുന്നത്. This equation is called swing equation. This equation is called swing equation. This equation is called swing equation. Swing equation ആയിട്ട് ബേസ് ചെയ്തിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു മൂന്നാല് പോയിന്റ്സ് ഉണ്ട്, ഓർത്ത് വയ്ക്കാം. ഫസ്റ്റ് കേസ് അസംഷൻസ് അല്ല, അതിനു മുന്നേ പറയാനുള്ള കാര്യമുണ്ട്. എന്തായിരിക്കും, വാട്ട് ഈസ് എ സ്വിംഗ് ഇക്വേഷൻ? ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്വിംഗ് ഇക്വേഷൻ എന്തായിരിക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് വാട്ട് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്വിംഗ് ഇക്വേഷൻ? ഇറ്റ് ഈസ് എ എന്തായിരിക്കും, ദി സ്വിംഗ് ഇക്വേഷൻ ഈസ് എ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Swing equation, it is a non-linear differential equation of second order. Differential equation of second order. അല്ലെങ്കിൽ second order non-linear differential equation ആണ് swing equation. തെറ്റിപ്പോകരുത്. algebraic equation എന്തായിരിക്കും, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, ചില algebraic equations ഒന്നും ഉണ്ടാവും, നമ്മളുടെ ഓപ്ഷൻ അതുണ്ടാവും. ഓർത്ത് വയ്ക്കുക, swing equation is only a differential equation. രണ്ടാമത് എന്തായിരിക്കും സ്വിംഗ് ഇക്വേഷൻ? നമുക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുക. സ്വിംഗ് ഇക്വേഷൻ മീൻസ് ഇറ്റ് ഈസ് എന്തായിരിക്കും റിലേഷൻ ഷോയിങ് എന്തായിരിക്കും ദ റിലേറ്റീവ് മോഷൻ ഓഫ് റോട്ടർ വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റർ ഫീൽഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, റോട്ടറിന്റെ പൊസിഷൻ ആണ് അല്ലെങ്കിൽ റോട്ടറിന്റെ മോഷൻ ആണ്. therefore the relative motion of the rotor with respect to time, അതിനായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ സ്വിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. therefore the swing equation gives എങ്ങനെ പറയാൻ പറ്റും, the relative motion of rotor എന്തായിരിക്കും with respect to stator field as a function of time. d square delta by dt square അല്ലേ, as a function of time. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്വിംഗ് ഇക്വേഷൻ. നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഓക്കെ, ഈ രണ്ടെണ്ണം. What is the application of a swing equation? Applications എന്ന് പറയുന്ന point of view നമുക്ക് പറയാൻ പറ്റും, it gives the stability. Swing equation, it gives the stability. It gives the stability and design of protection. ഇതൊക്കെ നമ്മളെ വൺ വേർഡ് ആൻസർ എന്നൊക്കെ എടുത്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അസംഷൻസ് ഓഫ് സ്വിംഗ് ഇക്വേഷൻ. ഈ സ്വിംഗ് ഇക്വേഷൻസിന്റെ ഡിറൈവ് ചെയ്തപ്പോൾ അസംഷൻസ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക. ഡാമ്പർ വൈൻഡിങ്സ് ആർ നെഗ്ലക്റ്റഡ്. Then second point എന്തായിരിക്കും, machine is lossless. So these are the two assumptions of a swing equation. Therefore accelerating power എന്തായിരിക്കും വരിക, is equal to m into d square delta by dt square. ഇതായിരിക്കും നമ്മൾ സ്വിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. That is called inertia constant. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
inertia constant. Inertia constant represented ചെയ്യുന്നത് h വെച്ചിട്ടാണ്. Represented by h. What is the definition? H is equal to inertia constant. H is equal to kinetic energy stored in the rotor. Kinetic energy stored in the rotor. Kinetic energy stored in the rotor divided by rating of the synchronous machine. Divided by rating of synchronous machine. Rating of synchronous machine. Kinetic energy പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അടുത്തത് ഹാഫ് ജെ ഒമേഗ സ്ക്വയർ അല്ലേ, നമ്മൾ ഫസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. kinetic energy stored ലാസ്റ്റ് ഇക്വേഷൻ ഹാഫ് ജെ ഒമേഗ സ്ക്വയർ. therefore kinetic energy is equal to ഇങ്ങനെ എഴുതാൻ പറ്റും. therefore h is equal to എന്തായിരിക്കും ഹാഫ് ജെ ഒമേഗ സ്ക്വയർ by rating of the machine എന്തായിരിക്കും yes. therefore very important question, what is the unit of inertia constant? kinetic energy എത്ര joules, mega joules, and s എന്തായിരിക്കും rating MVA. therefore എന്തായിരിക്കും വരിക ഓർത്ത് വയ്ക്കുക. therefore the unit of h is എന്തായിരിക്കും mega joules per MVA. therefore unit of inertia constant h എന്തായിരിക്കും വരിക mega joules per MVA. mega joules per MVA. അല്ലെങ്കിൽ അടുത്തത് യൂണിറ്റ് ഓഫ് എച്ച് സെക്കൻഡ്സ് ആൾസോ. സെക്കൻഡ്സ് എന്ന് പറയാൻ പറ്റും. കാര്യം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദാറ്റ് മീൻസ് മെഗാ ജൂൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ജൂൾസിനെ വാട്ട് സെക്കൻഡ് എഴുതാൻ പറ്റും അല്ലേ. ജൂൾസ് ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട് ഇൻറ്റു സെക്കൻഡ്. മെഗാ വാട്ട് സെക്കൻഡ് ഡിവൈഡ് ബൈ എം ഇൻറ്റു വി എ അല്ലേ. അപ്പോൾ എന്തായിരിക്കും മെഗാവാട്ടും എം വി എ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ആരായിരിക്കും വരിക? എസ് ആയിരിക്കും വരിക. എസ് ഈസ് ദ സെക്കൻഡ്സ്. therefore യൂണിറ്റ് ഓഫ് inertia constant is also seconds എന്നും പറയാൻ പറ്റും. അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വയ്ക്കുക. therefore h is equal to half into j omega square by s. ഓർത്ത് വയ്ക്കുക, half into j omega square by s. ഇനി നമുക്ക് ഇതിനകത്ത് വേണമെന്ന് പറഞ്ഞാൽ into j omega square by s. therefore h is equal to equation നമ്മൾ ഒന്നുകൂടി ഇതാണ് h is equal to half into j omega square by s. therefore that is equal to half into j omega half into j omega into omega square j omega into omega എന്ന് എഴുതാണ്. omega into omega by s. that is equal to omega j omega എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക m half into m into moment of inertia m into omega by s. omega by s അല്ലെങ്കിൽ that is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? half into m into omega എന്തായിരിക്കും 2 pi f അല്ലേ. 2 pi f by s that is equal to the 2 cancel ചെയ്ത് പോകും. m into pi into f by s എന്ന് എഴുതാൻ പറ്റും. m into pi into f by s. therefore inertia constant h is equal to m into pi into f by s. therefore എന്തായിരിക്കും? therefore അല്ലെങ്കിൽ m is equal to moment of inertia m is equal to h into s divided by pi f. therefore എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെഗാ എന്തായിരിക്കും? therefore moment of inertia proportional to rating of the machine. rating moment of inertia proportional to rating. moment of inertia proportional to inertia constant and moment of inertia proportional to 1 by moment of inertia proportional to rating, moment of inertia proportional to inertia constant and proportional to 1 by frequency. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കൺക്ലൂഷൻ ആണ്, ഓർത്ത് വയ്ക്കാം. which is proportional to 1 by f. therefore ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സ്വിംഗ് ഇക്വേഷനകത്ത് എന്താ നമ്മൾ പഠിച്ചേ? സ്വിംഗ് ഇക്വേഷനകത്ത് നമ്മൾ പഠിച്ചു എന്തായിരിക്കും? p is equal to m into p is equal to m into d square delta by dt square അല്ലേ.
therefore നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ therefore PA is equal to therefore PA is equal to sig equation PA is equal to m into d square delta by dt square. Therefore m ന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും hs divided by pi f അല്ലേ therefore h into s into അല്ലേ m is equal to h into s pi by pi f അല്ലേ by pi f into d square delta by dt square d square delta by dt square ഇത് സ്വിംഗ് ഇക്വേഷൻ ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും h is equal to okay ഈ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കാം this equation important, this equation important, this conclusions are important, this is also an important equation. The unit of the inertia constant is important, unit of inertia constant seconds is also important, inertia constant definition it is important, string equation very important. Okay, ഇനി അടുത്തൊരു പോയിന്റ് കൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്നത് പറയാൻ അറിയോ നമ്മൾ പെർ യൂണിറ്റ് വാല്യൂ പറയണം പെർ യൂണിറ്റ് വാല്യൂ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ആക്ച്വൽ വാല്യൂ ഡിവൈഡ് ബൈ ബേസ് വാല്യൂ അല്ലേ therefore സിംഗിൾ ഇക്വേഷന്റെ പെർ യൂണിറ്റ് വാല്യൂ എടുക്കുകയാണെങ്കിൽ therefore PA ആക്സിലറേറ്റിംഗ് പവർ പെർ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക therefore നമുക്ക് എങ്ങനെയായിരിക്കും വരിക പെർ യൂണിറ്റ് വാല്യൂ എന്തായിരിക്കും ആക്ച്വൽ വാല്യൂ ഡിവൈഡ് ബൈ ബേസ് വാല്യൂ അല്ലേ ഇവിടെ എന്തായിരിക്കും ആക്ച്വൽ വാല്യൂ പറയുമ്പോഴത്തേക്ക് എന്താ h into s into d square delta by dt square by pi f അല്ലേ by pi f എന്തായിരിക്കും by base value എത്ര ആയിരിക്കും വരിക by s because എന്തായിരിക്കും per unit is equal to നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും actual value by base value base value പറയുമ്പോഴത്തേക്ക് നമ്മളുടെ റേറ്റിംഗ് ആയിരിക്കും എടുക്കുന്നത് therefore എന്തായിരിക്കും therefore accelerating power in per unit is equal to SOC ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും h by pi f അല്ലേ into d square delta by dt square into d square delta by dt square ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും this is the per unit swing equation per unit swing equation per unit swing equation per unit swing equation അതും ഓർത്ത് വെച്ചോളൂ so important so നമ്മൾ swing equation പറ്റി പഠിച്ചു അടുത്ത് നമ്മൾ പോകുന്നത് പറഞ്ഞാൽ എന്തായിരിക്കും inertia constant കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ് inertia constant a 3-phase 50 Hz 2-pole 21 kilovolt synchronous generator having rated power factor 0.9 as inertia 2.7 to 10 raised to 3 generator rating is 50 MVA the inertia constant equation the inertia constant h is equal to inertia constant h is equal to എന്തായിരിക്കും kinetic energy അല്ലേ kinetic energy stored divided by rating s that is equal to half kinetic energy എന്ന് പറയുമ്പോൾ എന്താ half into j omega square j നമുക്കറിയാം അല്ലേ j നമുക്കറിയാം തന്നിട്ടുണ്ട് j is equal to 2.27.5 omega എന്ന് പറയുമ്പോഴത്തേക്ക് 2 pi f see അതിനകത്ത് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് f is equal to ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോളൂ ഒരു നോട്ടായിട്ട് സൈഡ് എഴുതി വെച്ചോളൂ f is equal to 120 sorry np by 120 അല്ലേ np by 120 n is equal to 120 f by p ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ ഇതെന്താ rpm ആണ് rps ലാകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക f is equal to np by 2 അത് rps ലായിരിക്കും വരിക അപ്പം അപ്പുറം 2 പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ
therefore 2 pi f is equal to എന്തായിരിക്കും വരിക 2 pi np by 2. 2 pi f എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഇലക്ട്രിക്കൽ ഒമേഗ ഇ 2 pi n by 2 2 pi f എന്ന് പറയുന്ന ഫ്രീക്വൻസി പറയുമ്പോൾ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും വരിക അല്ലേ എന്തായിരിക്കും വരിക n എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ സ്പീഡ് അല്ലേ അപ്പം മെക്കാനിക്കൽ അല്ലേ therefore ഒമേഗ എം 2 pi എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഒമേഗ എം ഇൻറ്റു പി ബൈ 2 therefore എന്തായിരിക്കും നമുക്ക് എഴുതുക therefore ഒമേഗ ഇ is equal to p by 2 ഇൻറ്റു ഒമേഗ എം നമ്മൾ മെഷീൻസിൽ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തീറ്റ ഇ is equal to p by 2 ഇൻറ്റു തീറ്റ എം നമ്മൾ പഠിച്ചിട്ടുണ്ട് മെഷീൻസ് പഠിച്ചിട്ടുണ്ട് അതേ കണക്ക് തന്നെ ഇവിടെ നമ്മൾ ഒമേഗ എടുക്കുമ്പോൾ നോക്കിയെടുക്കണം കാര്യം ഒമേഗ എടുക്കുമ്പോഴത്തേക്ക് എന്താ ഒമേഗ ഇവിടെ ആകുമ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ല എന്തായിരിക്കും 2 by പിന്നെ 2 പോൾസ് തന്നിരിക്കുന്നത് അല്ലേ അപ്പൊ എന്തായിരിക്കും രണ്ടും സെയിം ആയിരിക്കും കാര്യം പോൾ 2 ആണ് ഇതും ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ എം എന്ന് കിട്ടും അപ്പൊ ഇവിടെ നമുക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് അത് നോക്കിയെടുക്കണം therefore എന്തായിരിക്കും ഹാഫ് ഇൻറ്റു അല്ലേ therefore by s എത്ര വന്നിരിക്കുന്നത് s 50 MVA therefore inertia constant h is equal to half into j എത്ര വന്നിരിക്കുന്നത് 27.5 into 10 to the power of 3 അല്ലേ into omega 2 pi f അല്ലേ 2 into pi 3.14 2 pi into f 50 omega square divided by rating 50 that is equal to ചെയ്യുമ്പോഴത്തേക്ക് 2.71 megajoules per MV എന്ന് കിട്ടും 2.71 മെഗാ അപ്പോൾ ഒമേഗ എടുക്കുന്ന ഓർത്ത് വയ്ക്കുക ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അത് ഇമ്പോർട്ടൻ്റ് ആണ് A power station consists of next question. Power station consists of two generators A and B. A power station consists of two generators A and B having rating 250 MVA and 500 MVA with inertia constant 1.6 1 per unit. അപ്പോൾ എന്തായിരിക്കും റേറ്റിംഗ് തന്നിട്ടുണ്ട് അല്ലേ S1 is equal to 250 MVA അടുത്തെന്തായിരിക്കും H1 is equal to 1.6 per unit. H1 is equal to 1.6 per unit. S2 is equal to 500 MVA and H2 is equal to 1 per unit. The inertia constant of the equivalent machine in 100 MVA base. എന്തായിരിക്കും വരിക H equivalent കണ്ടുപിടിക്കുക എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത് therefore H equivalent is equal to എന്തായിരിക്കും G1 H1 plus G2 H2 divided by എന്തായിരിക്കും base G അല്ല ഞാനവിടെ G അല്ല S ആട്ടോ therefore ചില ബുക്കുകളിൽ G എന്ന് കൊടുത്തിട്ടുണ്ട് therefore എന്തായിരിക്കും S1 H1 plus S2 H2 divided by എന്തായിരിക്കും S base therefore S1 അത്ര 250 into H1 അത്ര 1.6 plus S2 500 into H2 1 divided by base MV എത്ര തന്നിരിക്കുന്നത് 100 അല്ലേ 100 therefore 9 per unit വരും 9 per unit വരും next same model problem on a power station P has 4 identical units of 80 MVA rating having an inertial constant 7 megajoules. The other station Q having station this station P the station Q station P having 4 unit has 4 unit of 80 MVA then here having 7 H is equal to 7 megajoules per MVA H തന്നിട്ടുണ്ട് Q having 3 numbers ഉണ്ടല്ലേ 3 numbers 200 MVA inertia constant 3 megajoules per MVA. The two stations are close nearby and regard as a single equivalent machine for stability studies. That is single equivalent ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോവാണ് for stability studies. The inertia constant of the equivalent on 100 MVA base. Same equation. എന്തായിരിക്കും വരിക എന്താണ് therefore എന്തായിരിക്കും H equivalent is equal to
4 into അല്ലേ 4 into എന്തായിരിക്കും G1 സോറി എന്തായിരിക്കും S1 80 അല്ലേ 80 into എന്തായിരിക്കും 7 plus 3 into 200 into 3 divided by 100. മുമ്പേ സെയിം പ്രോബ്ലം തന്നെ ഇങ്ങനെയാണ് എന്തായിരിക്കും S1 H1 plus S1 ഇവിടുത്തെ S1 എത്ര 80 MVA H1 എത്ര 7 എത്ര ജനറേറ്റർ ഉണ്ട് 4 ഉണ്ട് അല്ലേ therefore 4 into 80 into 7 divided by plus 3 into 200 into 3 divided by 100 therefore എത്ര വരും therefore എത്ര ആയിരിക്കും വരിക 40.4 megajoules per MVA 40.4 megajoules per MVA equation അങ്ങനെയാണ് equation എന്തായിരിക്കും H equivalent is equal to H1 S1 അല്ലേ plus H2 S2 divided by S base അങ്ങനെ വരും സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കി കഴിഞ്ഞാൽ three-phase 22 kV 4-pole 50 Hz 500 MVA signal generator supplying its rated megavolt ampere at power factor 0.8 amps at power factor 0.8. A sudden three-phase fault occurring in the system reduces its power output by 40%. The initial accelerating torque in meganewton meter at the instant of voltage. Question again, a three-phase 22 kV 4-pole 50 Hz 500 MVA synchronous generator supplying its rated megavolt ampere at power factor 0.8. Okay. A sudden three-phase fault occurring on the system reduces its output by 40%. The initial accelerating torque. Accelerating torque ആണ് കണ്ടുപിടിക്കുന്നത്. Therefore, PA is equal to എന്തായിരിക്കും PA is equal to accelerating torque കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യമേ പവർ കണ്ടുപിടിക്കണം അല്ലേ PA is equal to എന്തായിരിക്കും PM minus electrical PE naught അല്ലെങ്കിൽ PE നമുക്ക് പറയാൻ പറ്റും. P electrical പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും electrical output പറയുമ്പോഴത്തേക്ക് 500 തന്നിട്ടുണ്ട് അല്ലേ therefore PE naught is equal to 500 MVA power factor ഉണ്ട് അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും therefore 500 into 0.8 that is equal to 400 megawatt. A sudden three-phase fault occurring on the system reduces its power output by 40%. Power output by reduce here അല്ലേ power output reduces by എന്തായിരിക്കും ഈ 400 megawatt എന്ന് പറയുമ്പോഴത്തേക്ക് ഇതായിരിക്കും under steady state condition അല്ലേ this is steady state because it is the maximum power steady state condition under steady state അല്ലേ ഇനി അത് ഇപ്പോൾ ഫോൾട്ട് സംഭവിക്കുകയാണ് അപ്പം എന്തായിരിക്കും സഡൻ ത്രീ ഫേസ് ഫോൾട്ട് സംഭവിച്ചു സോ ത്രീ ഫേസ് ഫോൾട്ട് സംഭവിക്കുമ്പോഴത്തേക്ക് എന്തായി സംഭവിക്കുക ത്രീ ഫേസ് ഫോൾട്ട് സമയത്ത് എന്തായിരിക്കും ഇറ്റ്സ് ഔട്ട്പുട്ട് റെഡ്യൂസസ് ബൈ 40%. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക therefore ഔട്ട്പുട്ട് 40% റെഡ്യൂസ് ആകുമ്പോൾ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക 60% ആയിരിക്കും ഇപ്പോഴത്തെ ഔട്ട്പുട്ട് ഉണ്ടാവും അല്ലേ therefore electrical output PE is equal to എന്തായിരിക്കും 60% of output reduces by 40%. അപ്പോൾ എന്തായിരിക്കും 60% ആക്ച്വലായിട്ട് ഉണ്ടാവും therefore 0.6 into 400 എടുക്കുക therefore that is equal to 240 megawatt. Therefore PA is equal to എങ്ങനെ എഴുതാൻ പറ്റും therefore PA is equal to PM minus PE അല്ലേ PM minus PE PM എത്രയാണ് തന്നിരിക്കുന്നത് 400 minus 240 എത്ര വരും that is equal to 160 megawatt അല്ലേ 160 മെഗാവാട്ട് അതിനകത്ത് ഇനി നമുക്ക് എന്താ വേണ്ടത് 160 മെഗാവാട്ട് നമുക്ക് എന്താ വേണ്ടത് ടോർക്ക് വേണം അല്ലേ TA is equal to നമുക്ക് എന്താ ടോർക്ക് TA is equal to PA by omega m ഇവിടെ എന്താ ടോർക്ക് അല്ലേ ടോർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ മെക്കാനിക്കൽ അല്ലേ വരുന്നത് therefore എന്തായിരിക്കും വരിക omega m is equal to 2 by P into omega E അല്ലേ 2 by P into omega E therefore 2 ഉണ്ട് 4 എത്ര P എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര 4 തന്നിട്ടുണ്ട് അല്ലേ 4 into എന്തായിരിക്കും omega E 2 into 2 എന്തായിരിക്കും 2 pi f അല്ലേ 2 into 3.14 into f 50 അപ്പോൾ എത്ര വരും therefore 314 into 2 divided by 4 വരും therefore 2 by 4 into
2/4 into 314 അല്ലേ. Therefore PA നമുക്ക് അത് കിട്ടും. Therefore PA is equal to 160 ഉണ്ട്. 160 divided by omega m 1/2 2/4 1/2 അല്ലേ. 1/2 into 50 into 100 314 ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് approximately equal to 1.018 Newton meter mega Newton meter. ഓർത്ത് വയ്ക്കാതെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിച്ചിട്ടുള്ളതാണ്. കാര്യം മിസ്റ്റേക്ക് ആയപ്പോൾ റെഡ്യൂസ് പവർ ഔട്ട്പുട്ട് റെഡ്യൂസസ് ബൈ 40%. അപ്പൊ ആക്ച്വൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് വേണം. നമുക്ക് അവിടുത്തെ പവറാണ് നമുക്ക് വേണ്ടുള്ളത്. നമുക്ക് എത്ര നഷ്ടപ്പെട്ടെന്നാണ് നമുക്ക് വേണ്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 60% എടുത്തിട്ടുള്ളത്. പിന്നെ ടോർക്ക് കണ്ടുപിടിക്കുന്ന സമയത്തും ഒമേഗ എമ്മിന്റെ വാല്യൂ മെക്കാനിക്കലിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം.